പാർലമെന്റിൽ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തിരശീല വീഴുകയാണ്. അമിത്ഷാ ഇന്ന് സഭയിൽ എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 16 ദിവസമായി ലോക്സഭയിൽ അമിത്ഷാ എത്തിയിട്ട്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. ഒരു ആഭ്യന്തരമന്ത്രി ഇത്രയും നാൾ സഭയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ആ റെക്കോർഡ് സ്വന്തം പോക്കറ്റിലായിട്ടും അമിത്ഷായ്ക്ക് കുലുക്കമില്ല. കുറ്റം മുഴുവൻ പ്രതിപക്ഷത്തിന്റെ മണ്ടയിലേക്ക് ചാരിയിട്ട് കണ്ട കല്യാണ വീടുകളിലും കറങ്ങി നടക്കുകയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. ഇതിനെ ചോദ്യം ചെയ്ത് ഇന്ത്യ സഖ്യം ഒന്നാകി ഇറങ്ങുന്നതോടെ ഇന്നും പാർലമെന്റ് സ്തംഭിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ഇന്ന് അമിത്ഷാ സഭയിൽ ഹാജരാകുമെന്ന് BJP നേതാക്കൾ അറിയിക്കുന്നുണ്ട്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് അമിത്ഷാ പ്രതികരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം സഭയ്ക്ക് പുറത്ത് ആദ്യമായും അമിത്ഷാ സംസാരിച്ചു. മാധ്യമങ്ങളോടായിരുന്നു പ്രതികരണം. മണിക്കൂറുകൾക്കുള്ളിൽ പാർലമെന്റിലെ വർഷകാല നടപടികൾക്ക് കർട്ടൻ വീഴുമെന്നിരിക്കെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവസാന നിമിഷം ആളാകാൻ അമിത്ഷാ ഇറങ്ങിയത്. പരീക്ഷാ ക്രമക്കേടിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പ്രതിപക്ഷവുമായി കൂടിയാലോചിക്കാൻ അഭ്യർത്ഥിച്ചാണ് ബുധനാഴ്ച രാവിലെ സ്പീക്കർ ഓം ബിർളയ്ക്ക് ആഭ്യന്തരമന്ത്രി കത്ത് നൽകിയത്. എല്ലാ ചോദ്യത്തിനും മറുപടി നൽകാൻ താൻ ഒരുക്കമാണെന്നും അമിത്ഷാ പറഞ്ഞു. പ്രതിപക്ഷം സന്നദ്ധമായാൽ ഈ നിമിഷം മുതൽ ചർച്ചയാകാമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞെങ്കിലും അമിത്ഷാ എവിടെയെന്ന് ചോദിച്ചും കൂവി വിളിച്ചും പ്രതിപക്ഷം ബഹളം കടുപ്പിച്ചു. സംഭാഷണവും സംവാദവുമായാണ് ജനാധിപത്യത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള ഏകമാർഗമെന്നും ജനാധിപത്യത്തിലും ജനാധിപത്യ സ്ഥാപനങ്ങളിലും തനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്നും കത്തിൽ അമിത്ഷാ പറയുന്നുണ്ട്. രാവിലെ ചോദ്യോത്തരവേളയും പതിവ് പോലെ തുടങ്ങി. ജാർഖണ്ഡിലെ PSC പരീക്ഷാ ക്രമക്കേടിനെ പറ്റി ചില ഭരണകക്ഷി അംഗങ്ങളും ഇതിനിടയിൽ ചോദ്യമുന്നയിച്ചു. ഇതിനിടയിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് ശർമ്മയ്ക്കെതിരായ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് അവതരിപ്പിച്ചു. വിവാദ FCRA ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്ന പ്രമേയം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആണ് സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ ഇത് പാസാക്കിയതിനു പിന്നാലെ നിർത്തിവച്ച സഭ വീണ്ടും ചേർന്ന് ഖനന നിയന്ത്രണ ഭേദഗതി ബില്ലും ചർച്ച കൂടാതെ പാസാക്കിയിരുന്നു. ചർച്ചയ്ക്ക് അനുമതി തേടി ലോക്സഭാ സ്പീക്കർ കത്ത് നൽകാൻ പ്രതിപക്ഷം ഒരുക്കമാണോ എന്ന് അമിത്ഷാ പുറത്ത് മാധ്യമങ്ങളോട് ചോദിച്ചു. എല്ലാ ദിവസവും പാർലമെന്റ് മന്ദിരത്തിലെ ചേംബറിൽ ഞാൻ എത്തുന്നുണ്ട്. എന്നാൽ സമ്മേളനം തുടരാൻ പ്രതിപക്ഷം അനുവദിക്കാതിരിക്കെ അവിടെ പോകുന്നത് എന്തിനാണ്? ഇതാണ് അമിത്ഷാ പ്രതിപക്ഷത്തിനോട് ചോദിക്കുന്നത്. അവസാന നിമിഷം നല്ല പിള്ള ചമയാനുള്ള അമിത്ഷായുടെ നീക്കം പൊളിച്ചടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. പൊട്ടിപ്പോയ ബലൂൺ പ്രതിച്ഛായയിൽ അവസാന നിമിഷം ഗ്യാസ് നിറയ്ക്കാനുള്ള ശ്രമമാണ് അമിത്ഷായുടേതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. അമിത്ഷായുടെ പ്രഭാഷണം ആർക്കും വേണ്ട. വിദ്യാർത്ഥികൾക്കു നേരെ വെടിയുതിർക്കാൻ ഷാ ഉത്തരവിട്ടോ എന്നാണ് അറിയേണ്ടത്. ഉത്തരവിടാതെയാണ് വെടിയുതിർത്തതെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അയോഗ്യനാണ്. രണ്ടായാലും അദ്ദേഹം രാജിവെക്കണമെന്നാണ് ആവശ്യമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സഭാ സമ്മേളനം ഇന്നത്തോടെ അവസാനിക്കും. അനിശ്ചിതകാലത്തേക്ക് ഇനി സഭ പിരിയും. അതുകൊണ്ട് തന്നെ അവസാന മണിക്കൂറിൽ അമിത്ഷായെ സഭയിലെത്തിച്ച് ഭരണകക്ഷിയായ BJP കോൺഗ്രസിന് വെല്ലുവിളി സമ്മാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ MP മാർ കനത്ത പ്രതിരോധമാണ് തീർക്കുന്നത്. അമിത്ഷാ ഇന്ന് സഭയിൽ സംസാരിക്കുകയാണെങ്കിൽ നേരിടാൻ കച്ചകെട്ടി തന്നെയാണ് പ്രതിപക്ഷവും എത്തിയിരിക്കുന്നത്.